ജുമ മുബാറക്. നബിവചനം 135. തടിയാലും മുതലാലും വഴിയാലും കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. ബദർ യുദ്ധ ദിവസം ഒഴിച്ചാൽ അർഫ ദിനത്തിലല്ലാതെ മറ്റൊരു ദിവസത്തിലും പിശാച് ഇത്രയധികം നിസാരനും ആട്ടിയോടിക്കപ്പെട്ടവനും നിന്ദ്യനും കോപാകുലനുമായി കാണപ്പെട്ടിട്ടില്ല. ഇതിനെല്ലാം കാരണം അറഫ ദിനത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അധികമായി ഇറങ്ങുകയും അവൻ ദാസന്മാരുടെ വൻ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതായി കാണുന്നു എന്നതാണ്. ഹാജി ലബ്ബൈക പറയുമ്പോൾ അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള കല്ല്, മരം, മൺകട്ട മുതലായവയും അവനോടുകൂടി ലബ്ബൈക പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഹജ്ജ് ഉദ്ദേശിച്ച് വീട്ടിൽ നിന്നും പുറപ്പെട്ടതിനു ശേഷം നിങ്ങളുടെ ഒട്ടകം ഒരു കാൽ വെക്കുകയോ പൊക്കുകയോ ചെയ്യുമ്പോഴെല്ലാം അവന്റെ അമലുകൾ ഓരോ നന്മ എഴുതപ്പെടുകയും ഓരോ തിന്മ മാപ്പ് ചെയ്യപ്പെടുന്നതുമാണ്. തവാഫിനു ശേഷം 2 റക്അത്ത് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം ഒരു അറബിയായ അടിമയെ സ്വതന്ത്രനാക്കിയതിന്റെ പ്രതിഫലമാണ്. സഫ മർവക്കിടയിൽ സൈ ചെയ്യുന്നതിന്റെ പ്രതിഫലം 70 അടിമകളെ സ്വതന്ത്രയാക്കിയതിന്റെ പ്രതിഫലമാണ്. ജംറകളിൽ എറിയുന്നതിൽ ഓരോ കല്ലിനും പകരം തന്നെ നശിപ്പിക്കുന്നതിന് കാരണമായ ഒരു വൻ പാപം പൊറുക്കപ്പെടുന്നതാണ്. ഖുർബാനിയുടെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപമാണ്. ഇഹ്റാമിൽ നിന്നും ഒഴിവാകുമ്പോൾ തലമുണ്ടനം ചെയ്യുന്ന സമയത്ത് ഓരോ രോമത്തിനും പകരമായി ഓരോ നന്മ എഴുതപ്പെടുകയും ഓരോ പാപം പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ഹജ്ജിന്റെ തവാഫ് ചെയ്യുമ്പോൾ അവനിൽ യാതൊരു പാപങ്ങളും ഇല്ലാത്തവനായി തവാഫ് ചെയ്യുന്നതാണ്. ശേഖരിച്ച് തയ്യാറാക്കി അയക്കുന്നത് താമരത്ത് ഹംസു, പെരിന്തൽമണ്ണ. 8/5/2026 വെള്ളിയാഴ്ച.